സൗന്ദര്യ പ്രകടനമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രോഡക്റ്റ്, പെണ്ണില്ലെങ്കിൽ പിന്നെ എന്ത് മീറ്റിംഗ് അല്ലെ? കച്ചവടത്തിന്റെ മീറ്റിംഗ്, കൂടെ പരിചാരകരായ അർദ്ധനഗ്നകളായ പെൺകുട്ടികളില്ലെങ്കിൽ പിന്നെ എന്ത് കച്ചവട മീറ്റിംഗ്? ഇങ്ങനെ പോകുന്നു. പലിശയില്ലെങ്കിൽ പിന്നെ എന്ത് ഫിനാൻസ്, ലോട്ടറി ഇല്ലെങ്കിൽ പിന്നെ എന്ത് അട്രാക്ഷൻ? ഇതെല്ലാമാണ് കച്ചവടത്തെ സ്നിഗ്ധമാക്കുന്ന കാര്യങ്ങൾ. ഇതിനോടെല്ലാം ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. തീർച്ചയായും ഇസ്ലാമിന്റെ വസ്ത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. സ്ത്രീകൾക്ക് ഇസ്ലാം നിർണയിച്ച വസ്ത്രം അവരപ്പെടാതിരിക്കാൻ, അവർ തിരിച്ചറിയപ്പെടാതിരിക്കാൻ. മൂന്നാമത് ഇസ്ലാം അവർക്ക് നിശ്ചയിച്ച വസ്ത്രം ഒരു പ്രതിരോധം കൂടിയാണ്. പ്രതിരോധം എന്താണ്? സകലവിധ കച്ചവടവൽക്കരണത്തിനുമുള്ള പ്രതിരോധം. ഞാൻ പറയേണ്ടതില്ല. അവളുടെ തൊലിയും അവളെ ഇന്നത്തെ മാർക്കറ്റിലെ സാധനങ്ങളിലെ 90% അനാവശ്യം. അത് ആ 90% ചെലവഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതോ പാവം പെണ്ണുങ്ങളെ. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ മുഴുവനും പ്രതിരോധമാണ് വസ്ത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, മാർക്കറ്റിനെ സ്നിഗ്ധമാക്കുവാനുള്ള സകല വസ്തുക്കളോടും ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗിന്റെ ദൈവശാസ്ത്രത്തോടും ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. അതെന്താണ് മാർക്കറ്റിംഗിന്റെ ദൈവശാസ്ത്രം? ദൈവം എന്ന് പറഞ്ഞാൽ ആത്മീയത മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ കുറെ തെറ്റ് ചെയ്യുമ്പോൾ ഒരു പാപബോധം വരും. ആ പാപബോധം ഇറക്കി വെക്കുവാനുള്ള ഒരു അത്താണി മാത്രമായി ആത്മീയത മാറണം. കച്ചവടത്തിലേക്ക്, വസ്ത്രത്തിലേക്ക്, ജീവിതത്തിലേക്ക് ആത്മീയത കടന്നു വരരുത്. അത് അവിടെ നിൽക്കണം, പള്ളിയിൽ, കുമ്പസാരമുറിയിൽ. അത് ഇങ്ങോട്ട് വരരുത് എന്ന് പറയുന്ന ആത്മീയതയോടും ഇസ്ലാം എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയതയുടെയും ഈ ഭൗതികതയുടെയും വക്താക്കൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി സന്ധിയിലാണ്. ഇസ്ലാമിനെതിരെയുള്ള സന്ധി. അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇസ്ലാം ഈസ് ടെററിസം എന്ന ആശയം, ഇസ്ലാം ഭീകരവാദമാണ് എന്ന ആശയം. അത് ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശക്തമായ ആയുധം മീഡിയയാണല്ലോ. നമുക്കറിയാം, ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് കേവലം എന്റെ ഒരു പദപ്രയോഗമല്ല. എഡ്വേർഡ് സെയ്ദിനെ പോലെയുള്ള, നോം ചോംസ്കിയെ പോലെയുള്ള മീഡിയ രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നു, ആറ്റം ബോംബ് സർവനാശകാരിയാണെങ്കിൽ, ന്യൂട്രോൺ ബോംബ് ജീവനുള്ള വസ്തുക്കളെ മാത്രം നശിപ്പിക്കുമെങ്കിൽ, മീഡിയ എന്ന ആയുധം അതിന്റെ ശത്രുവിന്റെ ആത്മാവിലേക്ക് കടന്നു ചെന്ന് അവന്റെ ആത്മാവിനെ നശിപ്പിച്ച് അവന്റെ ശത്രുവാക്കി മാറ്റുന്നതാണ് മീഡിയ എന്ന ആയുധം. മീഡിയ സൃഷ്ടിക്കുന്ന ഇരട്ട അളവുകോലുകൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ മീഡിയ സൃഷ്ടിക്കും. നൗഷാദിന്റെ കണ്ണ് കേട്ടപ്പോ ഇസ്ലാമിന്റെ പേര് പറയുന്ന പത്രങ്ങൾ പോലും ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? മീഡിയയുടെ സവിശേഷതയാണത്. നൗഷാദിന്റെ കണ്ണ് ചൂടുക എന്ന് പറഞ്ഞു കേട്ടപ്പോ നമ്മൾ ആകെ വിചാരിച്ച എന്താ, ചക്ക ചൂടുന്ന മാതിരി കണ്ണ് ചൂടാൻ എത്രയൊരു ക്രൂരമായ വിചാരങ്ങളും ആചാരങ്ങളും നമ്മൾ ആലോചിച്ചില്ലേ? എന്നാ തിരിച്ച് വിഷയങ്ങൾ വന്നപ്പോഴോ അത് അതിന്റെ മാനവികമായ സ്വഭാവത്തെ വിശദീകരിക്കപ്പെട്ടോ? ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. മീഡിയ എന്നത് ഇരട്ട അളവുകോലുകൾ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെ CNN കണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്രജ്ഞനെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നല്ല താടിയുണ്ട്. ആ താടി, ആ കണ്ടുപിടുത്തത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മുഴുവനും നമ്മുടെ മനസ്സിൽ ആ ശാസ്ത്രജ്ഞന്റെ താടിയെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? അത് ബുദ്ധിജീവനത്തിന്റെ താടിയാണ്, വിവരത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും താടിയാണ്. ഇതേ ശാസ്ത്രജ്ഞന്റെ പേരിങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുസലാം എന്ന് പറഞ്ഞു, ഉടനെ മാറി നമ്മുടെ മനസ്സിൽ ഇയാളൊരു മതമൗലികവാദിയാണ്. അല്ലെ? ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയെ കുറിച്ചാണ്. ഒരേ വസ്ത്രം തന്നെ നാം കാണും, ഒരു മുസ്ലിം പെണ്ണ് ധരിച്ചത് ഈ മീഡിയയിൽ കാണുമ്പോ അത് ജഡത്വത്തിന്റെ, മതമൗലികതയുടെ, പിന്നോക്കത്തിന്റെ, അറിവില്ലായ്മയുടെ, അന്ധകാരത്തിന്റെ ചിഹ്നമായി നമ്മുടെ മനസ്സിൽ പിക്ചർ വരും. അതേ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുമ്പോഴോ അത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സേവന പ്രവർത്തനങ്ങളുടെ എല്ലാം ചിഹ്നമായി നമ്മൾ മനസ്സിലാക്കും. സദ്ദാം ഹുസൈൻ ഇസ്ലാമിന്റെ ചിഹ്നമാകും. അതേസമയം അതേ രൂപത്തിലുള്ള ഏകഛത്രാധിപതി ഹിറ്റ്ലർ ക്രൈസ്തവതയുടെ ചിഹ്നമാവില്ല. എന്തേ വ്യത്യാസം? ഒരേ ബോംബ് പാകിസ്ഥാൻ ഉണ്ടാക്കുമ്പോ അത് ഇസ്ലാമിക ബോംബാകും. അതേപോലെ അത് മറ്റേ ഏതെങ്കിലും പാശ്ചാത്യ രാഷ്ട്രം ഉണ്ടാക്കുമ്പോഴോ അത് മാനവികതയ്ക്ക് വേണ്ടിയുള്ളതാകും. നമുക്കറിയാലോ, 2ാം ലോക മഹായുദ്ധത്തിൽ നേർക്ക് നേരെ പങ്കെടുത്ത ഇറ്റലിയിലും ജർമ്മനിയിലും ആറ്റോമിക ബോംബ് വർഷിക്കാതെ അത് ഇറ്റലിയിലെയും ജർമ്മനിയിലെയും സത്യക്രിസ്ത്യാനികളുടെ
അതോടൊപ്പം തന്നെ വെളുത്ത തൊലിയുള്ള യൂറോപ്യന്മാരുടെ തലയിലാകരുത്, മറിച്ച് പാവം ബുദ്ധമതക്കാരുടെ ഏഷ്യക്കാരുടെ തലയിലായിക്കോട്ടെ ആറ്റോമിക ബോംബിന്റെ ആദ്യത്തെ പരീക്ഷണം എന്ന് വിധിച്ച ആളുകളെ കുറിച്ച് നമ്മൾ പറയുക മാനവികതയുടെ പൂർണ്ണമായ ആവിഷ്കാരം എന്നാണ്. നമ്മുടെ മീഡിയ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ. ഞാൻ പറഞ്ഞു വരുന്നത് മീഡിയോക്രസിയെ കുറിച്ചാണ്. ഈ മീഡിയയാണ് ഇസ്ലാമിക് ടെററിസം എന്ന് പഠിപ്പിച്ചു വന്നത്. ഫലമോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. എന്തിനു വേണ്ടി തെറ്റിദ്ധരിപ്പിച്ചു? ഇസ്ലാമിക ആദർശത്തിലേക്ക് സ്വാഭാവികമായും ചൂഷണം ചെയ്യപ്പെടുന്നവൻ മെല്ലെയെങ്കിലും അങ്ങോട്ടെത്തും, ചിന്തിച്ച് അങ്ങോട്ടെത്തും. ഈ ചൂഷണം ചെയ്യപ്പെടുന്നവൻ എന്നും ദൈവിക മാർഗനിർദ്ദേശത്തിലേക്ക് സ്വാഭാവികമായി എത്തും. അപ്പോ അവനെ പഠിക്കുവാൻ അവസരമുണ്ടെങ്കിൽ തങ്ങളുടെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാഭാവികമായും അവൻ ഇസ്ലാമിക ആദർശത്തെക്കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും. അത് ആശ്ലേഷിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് അവൻ പഠിക്കരുത്, മനസ്സിലാക്കരുത്, അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അത്രയും പ്രാകൃതമാണ് ഈ ആശയം എന്ന് വരണം. ഒന്ന്. രണ്ടാമത്തേതോ, മുസ്ലിം ലോകം ഈ ആദർശ പ്രബോധനത്തിന് ശ്രദ്ധിച്ചാൽ, ഈ ആദർശം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം എപ്പോഴും കലാപകാരികളാകണം. അവർ കലാപത്തെക്കുറിച്ചേ ചിന്തിക്കാൻ പാടൂ. ആദർശ പ്രബോധനത്തെ, ആദർശത്തിന്റെ ഉജ്ജ്വലതയെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകരുത്. മനസ്സ് മുഴുവനും കലാപബോധമാകണം, മനസ്സിൽ മുഴുവനും ബോംബുകളാകണം, മനസ്സിൽ മുഴുവനും എന്നും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ചിന്തയാകണം. ഇതിനു വേണ്ടി കൂടി അവതരിപ്പിച്ച ഒരു മുദ്രാവാക്യമാണ് ഇസ്ലാമിക് ടെററിസം മുദ്രാവാക്യം. ഇതിന്റെ ഫലമോ ചില മുസ്ലിം ഗ്രൂപ്പുകളെങ്കിലും ആ രൂപത്തിൽ ചിന്തിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. സ്വാഭാവികമാണത്. മീഡിയ എന്ന ആയുധത്തിന്റെ പ്രവർത്തനമാണത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധരുടെ അല്ലെങ്കിൽ മീഡിയയുടെ മുതലാളിത്വത്തിന്റെ കെണിയിൽ അവരറിയാതെ വീണു പോവുകയാണ്. പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മാർഗം കാണാതെ മീഡിയ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മാർഗം നിശ്ചയിക്കുന്ന ആളുകൾ സ്വാഭാവികമായും മീഡിയയുടെ കെണിയിൽ വീണു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ഇതാണ് പലപ്പോഴും ലോകവ്യാപകമായി തന്നെ നടക്കുന്ന ഭീകരവാദ പ്രമേയത്തിന്റെ അടിത്തറ. ഇസ്ലാം ഭീകരവാദത്തെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിന് എങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും?